كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على أفضل رسلك وخير خلقك سيدنا وحبيبنا محمد صلوات ربي وسلامه عليه وعلى آله وأصحابه وأتباعه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله أعوذ بالله السميع العليم من الشيطان الرجيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. قل هل تربصون بنا إلا إحدى الحسنيين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون. ولما قسى قلبي وضاقت مذاهبي جعلت الرجا مني لعفوك سلما. تعاظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما. فما زلت غفارا عن الذنب لم تزل تجود وتعفو منة وتكرما. فلولاك لم يصمد لإبليس عابد فكيف وقد أغوى صفيك آدما. فلله در العارف الندب إنه يفيض لفرط الوجد أجفانه دما. يقيم إذا ما الليل مدى ظلامه على نفسه من شدة الخوف مأتما. فصيحا إذا ما كان في ذكر ربه وفيما سواه في الورى كان أعجما. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഇവിടെ സന്നിഹിതരായ പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠരെ, സലാഹുദ്ദീൻ ഫൈലി ഉസ്താദ്, വന്നിയൂർ മദാഹിരി ഉസ്താദ്, ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ അബ്ദുൽ ഖാദർ ഫൈലി അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ ഈ സദസ്സിലൂടെ എത്തിയിട്ടുണ്ട്. MV ആദംകുട്ടി ഹാജി അവറുകൾ അധ്യക്ഷത വഹിക്കുന്ന ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ പരിപാടിക്കും ചില ലക്ഷ്യങ്ങളുണ്ടാകും. അതിനപ്പുറം ഒരു ഓർമ്മപ്പെടുത്തലുകൾ അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ അനിവാര്യമാണ്. അത്തരമൊരു സാഹചര്യം നമ്മുടെ യതീംഖാനയുടെ സദീഖുൽ അക്ബർ ബനാത്ത് യതീംഖാനയുടെ ഈ 30ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തുകയാണ്. ഇതിൻ്റെ സംഘാടകർ, ഇതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, നമ്മുടെ വോളണ്ടിയർമാർ, എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അവരുടെയൊക്കെ പരിശ്രമങ്ങളെ അള്ളാഹു നീ സ്വീകരിക്കണമേ എന്ന് ദുആയിരക്കുകയും ചെയ്യുകയാണ്. സലാഹുദ്ദീൻ ഫൈലി ഉസ്താദ് എൻ്റെ നാട്ടിലെ ഖത്തീബ് കൂടിയാണ്. മമ്പാട് ടൗൺ ജുമാ മസ്ജിദിലെ ഉസ്താദ് ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾ അബുദാബിയിൽ വെച്ച് കാണാൻ അവസരമുണ്ടായി. അപ്പോഴാണ് ഇങ്ങനെ ഒരു
ഡേറ്റിൻ്റെ വിഷയം തരപ്പെട്ട് കിട്ടിയത്. അൽഹംദുലില്ലാ. അള്ളാഹു അദ്ദേഹത്തിനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ വല്ലപ്പുഴയെന്ന് പറയുമ്പോഴേക്കും സലാഹുദ്ദീൻ ഫൈസി ഉസ്താദിനെ അറിയുമെന്നാണ് നമ്മളൊക്കെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഒരു നാടിന് തന്നെ ഒരു അഡ്രസ്സായി മാറിയ നമ്മുടെ ദീനി ദഅവി രംഗത്തെ സജീവ സാന്നിധ്യമാണ് അള്ളാഹു അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ ദാഇമാർക്കും ഉലമാഇനും പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സാദാത്യങ്ങൾ അവർക്കൊക്കെ അള്ളാഹു ഹിഫ്ളും അള്ളാഹുവിൻ്റെ ഇനായത്തും പടച്ചതമ്പുരാൻ്റെ എല്ലാ തരത്തിലുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ സന്നിഹിതരായ ഒരുപിടി ആളുകളുണ്ട്. പി വി ഉമർ മൗലവി, ഹഫീസ് മുഹമ്മദ് കെ വി തലക്കശ്ശേരി, മാളിയേക്കൽ ബാവ ഹാജി, ഹസൈനർ ഹാജി, ഓക്കെ ബാപ്പുട്ടി ഹാജി, തട്ടത്താഴത്ത് ഹമീദ് ഖാൻ കോടനാട്, കമറുദ്ദീൻ എഞ്ചിനീയർ റോഡ്, സി പി റഷീദ് ഹാജി, സി പി സൈദലവി കുമ്പിടി. കുമ്പിടി എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഇബ്രാഹിം മാഷ് ഇവിടെ ഉണ്ടായിരുന്നു. മാഷ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് ഹുദവിയുടെ ഒക്കെ ഉപ്പയും അതോടൊപ്പം പഠിക്കുന്ന കാലത്ത് കുമ്പിടിയിലും കൂടല്ലൂരുമൊക്കെ വേള പറയാൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ദാറുൽ വളരെ കാലങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ഒരു മുഖം കൂടിയാണ് ബഹുമാന്യനായ ഇബ്രാഹിം മാഷ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു 25 കൊല്ലത്തിൻ്റെ മീതെ ആയി കാണും. അന്ന് അവരുടെയൊക്കെ വീട്ടിലൊക്കെ വന്നു പോയതൊക്കെ ഓർമ്മയിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പേരെടുത്ത് വായിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും നന്ദിപൂർവ്വം സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പരിപാടി അതുദ്ദേശിക്കുന്ന ലക്ഷ്യം പ്രാപിക്കുകയും അതോടൊപ്പം നമ്മൾ ഈ പരിപാടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്കൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റോളൂ എന്ന് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. അതായിരിക്കണം നമ്മുടെ ഈ സദസ്സിൽ നിന്ന് കിട്ടേണ്ട ഗനീമത്ത്. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഖൂമൂ മഗ്ഫൂറൻ ലക്കും അങ്ങനെ ചില സദസ്സുകളോട് പറയുന്ന, നിങ്ങൾ എഴുന്നേറ്റോളൂ, നിങ്ങൾക്കൊക്കെ അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. ആ ഒരു സൗഭാഗ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപുത്രനാണ്. തങ്ങളുടെ മകളുടെ ഭർത്താവാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ബാലന്മാരിൽ കൊച്ചുപ്രായമുള്ള ആളുകളിൽ ആദ്യത്തേവർ അലി തങ്ങളാണ്. 4ാമത്തെ ഖലീഫയാണ്. ഇൽമിൻ്റെ മഹാഗോപുരമായിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ധീരനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ആളാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ദാരുണമായി കൊല ചെയ്തത്. 4 ഖുലഫാഇൻ്റെ ചരിത്രമെടുത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ് സ്വാഭാവിക മരണം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ, അസുഖം ബാധിച്ച് മരിക്കുന്നത്. ബാക്കി ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാണ്, അലിയാർ തങ്ങളും ഷഹീദാണ്. ഉഹദ് മലയുടെ മുകളിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളോടൊപ്പം, സിദ്ദീഖ് എന്നവരോടൊപ്പം, ഉസ്മാൻ എന്നവരോടൊപ്പം മലമുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മലയാണ് ഉഹദ്. ഉഹദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, ഉഹദിന് നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനോട് ഇഷ്ടമാണ് എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. നമ്മൾ വിചാരിക്കും ജീവനില്ലാത്ത ഒരു പർവ്വതം, ഒരു മല ഇഷ്ടപ്പെടേ? ഉഹദ് വിശ്വാസികളെ ഇഷ്ടപ്പെടുന്ന ഒരു പർവ്വതമാണ്. മലകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പർവ്വതങ്ങൾ, പ്രത്യേകിച്ച് ചുരങ്ങളൊക്കെ ഉള്ള ആളുകൾ നടന്നു പോകുന്ന വഴികളുള്ള പർവ്വതങ്ങൾ അടുത്ത പർവ്വതത്തോട് വിളിച്ചു ചോദിക്കുന്ന ഹൽ മർറ ബിക റജുലുൻ സ്വാലിഹ്, ഇന്ന് ഏതെങ്കിലും നല്ല മനുഷ്യൻ നിന്നിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അപ്പോൾ പോയാളെ പേരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അടുത്ത മല, എൻ്റെ അടുത്ത് ഇന്ന ആളിതിലെ കടന്നു പോയിട്ടോ, ഇന്നൊരു ആലിം ഇതിലെ കടന്നു പോയിട്ടുണ്ട്, ഇന്നൊരു നല്ല മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട് എന്ന് പർവ്വതങ്ങൾ പറയുമെന്ന് ഹദീസിലുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉഹദ് മലയുടെ മുകളിലാണ്.
പെട്ടെന്ന് ഉഹദ് മലക്കൊരു ചെറിയ വിറയലുണ്ടായത് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ നബി തങ്ങൾ കാലുകൊണ്ട് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്തിട്ട് കാലൊന്ന് കൊത്തിവെച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അടങ്ങി നിൽക്ക്, ഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മേലെ നിൽക്കുന്നത് നബിയാണ്, നബിയോട് കൂടെയുള്ളത് സുദ്ദീഖ് എന്നവരാണ്, പിന്നെ 2 ഷഹീദുമാരാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ സുദ്ദീഖ് തങ്ങൾ കൂടെ ഉണ്ട്, പിന്നെ 2 ഷഹീദ് ഉമർ തങ്ങൾ ഉസ്മാൻ എന്നവരാണ് അപ്പോൾ കൂടെ ഉള്ളത്. അവർ 2 പേരും ഷഹീദായിട്ടായിരിക്കും മരിക്കുക എന്ന് ആരറിഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ ഒരുപാട് തങ്ങളുടെ കൂടെ ജീവിച്ചവരല്ലേ, ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹത്തുക്കളല്ലേ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പ് നബി തങ്ങൾ കൊടുത്ത ആളുകളാണ്. പക്ഷെ അവർക്ക് മരണം സംഭവിക്കുന്നത് ശത്രുക്കൾ വന്ന് കൊല ചെയ്തുകൊണ്ടാണ്. അതിലൊന്നൊരു പ്രശ്നമില്ല. മുഅ്മിനായ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് ബർദൻ വ സലാമൻ, തണുപ്പും രക്ഷയുമാക്കി മാറ്റിക്കൊടുക്കുന്ന പോലെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതൊന്നും ഒരു രക്ഷയുള്ള കാര്യമല്ല. അലി റളിയല്ലാഹു അൻഹുവിനെ അറിയാമായിരുന്നു അത്രേ അലി തങ്ങളെ ആരാണ് കൊല്ലുന്നത്, അലി തങ്ങൾ ഷഹീദാവുകയാണ് ഉണ്ടാവുക, ഒരാൾ വന്ന് കൊല ചെയ്യുക എന്ന് അലി തങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരുപാട് റിവായത്തുകളിൽ കാണാൻ കഴിയും. മഹാനോട് പറഞ്ഞു, എന്നെ ഒരാൾ വന്ന് കൊല്ലും, ആ കൊല്ലുന്ന ആൾ ആരാണെന്നും എനിക്കറിയാം, പേരറിയാം. അവർ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അലാ തുഖ്ബിറുനാ മൻ സയഖ്തുലുക ഫനഖ്തുലഹ്, അമീറുൽ മുഅ്മിനീനെ നിങ്ങളെ ആരാണ് കൊല ചെയ്യുന്നത് എന്ന് പറഞ്ഞൂടെ, എന്നാ ഞങ്ങൾ പോയി അയാളെ കൊല്ലും എന്ന് അനുയായികൾ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു വലിയ ഹിക്മത്തുള്ള മഹാനാണ്. മഹാന്റെ മറുപടി, ഇദൻ തഖ്തുലൂന ഗൈറ ഖാതിലി, അങ്ങനെ നിങ്ങൾ കൊല്ലാൻ പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൊല്ലുന്ന ആള് എന്നെ കൊല്ലുന്ന ആളായിരിക്കില്ല. പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നെ കൊല്ലുന്ന ആളാൾ എന്നെ കൊല്ലുമെന്ന് അള്ളാഹുവിന്റെ ഖദാ ആണ്. നിങ്ങൾ വേറെ ആരെയും പോയി കൊന്നിട്ട് എന്താ കാര്യം? എന്നെ കൊല്ലുന്ന ആളെ കൊല്ലാൻ കിട്ടൂലല്ലോ. ഇദൻ തഖ്തുലൂന ഗൈറ ഖാതിലി, ഒരു അർത്ഥമുള്ള മറുപടിയാണത്. അപ്പൊ അവർ വിചാരിച്ചു ഇനി ശരിയാണ്, ആരെയും പോയി കൊന്നിട്ട് കാര്യമുണ്ടോ? അലി റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു വെച്ചത്, അള്ളാഹുവിൻ്റെ ഒരു മുബറമായ ഖളാ നമ്മിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഖളാഇനെ തട്ടിമാറ്റാൻ ലാ റാദ്ദ ലി ഖളാഇഹി, അള്ളാഹുവിൻ്റെ ഖളാഇനെ തട്ടിമാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഇത് നമ്മുടെ അഖീദയാണ്. ഈ വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഖദർ ഖളാഇൽ വിശ്വസിക്കുക എന്ന ഈമാൻ കാര്യത്തിലെ 6ാമത്തെ റുക്ന് പൂർത്തിയാകുന്നത്. ഈ വിശ്വാസം ഖൽബിലേക്ക് കയറുമ്പോഴാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, നമ്മൾ ചെയ്യുന്നത്, നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നതുണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് അഫ്ആലുകളെ, കർമ്മങ്ങളെ മഹാന്മാർ വേർതിരിക്കുക. ഇതിൽ നമ്മുടെ ദേഹത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കിഡ്നി എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ അബ്ഡോമൻ ബ്ലാഡറുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്, ഇതൊന്നും നമ്മളാർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. അത് അള്ളാഹു തന്നതാണ്. അതിനെക്കുറിച്ച് ചോദ്യമില്ല. ഒരാളോട് നിന്റെ ഹൈറ്റ് എന്തേ ഇങ്ങനെ ആയത്, നിന്റെ രൂപം എന്തേ ഇങ്ങനെയായത്, അങ്ങനെയൊന്നും ഹിസാബില്ല. എന്തേ? അത് അള്ളാഹുവിൻ്റെ മഖ്ദൂറായ പടച്ചതമ്പുരാൻ നിശ്ചയിച്ചു വെച്ചൊരു കാര്യം. നമുക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റൂല. മറ്റൊന്ന്, നമുക്ക് മീതെ സംഭവിക്കുന്നത്, റോഡരികിൽ റോഡിന് വലതുവശം ചേർന്ന് നടക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ഇങ്ങനെ ഓരം ചേർന്ന് നടക്കുന്നൊരു സാധു മനുഷ്യന്റെ ദേഹത്തൊരു ബൈക്ക് വന്ന് തട്ടുന്നു, ഒരു വണ്ടി തട്ടിപ്പോകുന്നു. ആ മനുഷ്യന്റെ മേൽ സംഭവിച്ചത്, അയാൾ ചെയ്തതാണോ? അത് അല്ല, അയാൾ നല്ല നിലക്ക് പോവാണ്. ഇതും അള്ളാഹുവിൻ്റെ ഖളാ ആണ്. പനി വന്നു, അസുഖം വന്നു, ആക്സിഡന്റ് ആയിപ്പോയി. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ തന്നെ കരുതിക്കൂട്ടി ചെയ്യാത്തതിന് ആക്സിഡന്റ് എന്ന് പറയാം. ഒരാൾ കരുതിക്കൂട്ടി ആക്സിഡന്റ് ആക്കി എന്ന് പറയാൻ പാടില്ല. അതിന് ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റൂല. അത് മനഃപൂർവം ചെയ്തു കൂട്ടുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്. അതിനെ സംബന്ധിച്ച് ഹിസാബുണ്ട്. 3ാമത്തെ വിഷയം പറഞ്ഞ നമ്മളിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങൾ, നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എഴുതുന്നത്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്, നമ്മൾ ലൈക്ക് ചെയ്യുന്നത്, ഡിസ്ലൈക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ അമലുകളാണ്. ഇതിനെക്കുറിച്ച് ഹിസാബുണ്ടാവും, ചോദ്യം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഖളാഇനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ
അള്ളാഹുവെ, നിന്റെ പ്രപഞ്ചത്തിൽ ഒന്നും ഒരു റാൻഡം പ്രോസസ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല അള്ളാഹുവിൻ്റെ കണക്കിൽ. വെറുതെ അങ്ങനെ സംഭവിക്കും. ഇവിടെ ഒരു കാറ്റിങ്ങനെ അടിക്കുന്നു, ഒരു പക്ഷി ഇതിലെ ഓടുന്നു, ഒരു മല ഒരു പർവ്വതം ഇടിഞ്ഞു പൊളിയുന്നു, അല്ലെങ്കിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു, അവിടെ വെള്ളപ്പൊക്കമുണ്ടാകുന്നു, അല്ലെങ്കിൽ മഴ പെയ്യുന്നു. എന്ത് സംഭവിച്ചാലും അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയല്ലാതെ ഒരു വൃക്ഷത്തിൻ്റെ ഇല പോലും വീഴുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. നമ്മുടെ വീട്ടുമുറ്റത്തെ, നമ്മുടെ ഒരു 5 സെന്റ് ഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഇല എത്രയാണ് ഒരു ദിവസം പൊഴിഞ്ഞു വീഴുന്നത് എന്ന് കണക്ക് നമുക്കറിയില്ല. ലോകത്തെ വലിയ കാടാണ് ആമസോൺ കാട് എന്ന് പറഞ്ഞാൽ. ആമസോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ്സേ അറിയുള്ളൂ. വലിയൊരു ലോകത്തെ ഇപ്പോഴും മനുഷ്യനും ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാടിൻ്റെ പേരാണ് ആമസോൺ. ആമസോൺ കാടുകൾ ഇത്ര മരമുണ്ടെന്ന് പോലും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കമ്പട്ട കണക്ക് പറയുന്നു മാത്രം. അവിടെയൊക്കെ എത്ര ഇലകളുണ്ട്. നമ്മുടെ നിലമ്പൂർ കാട്, സത്യമംഗലം കാട്, ഇനി ഈ ഭാഗത്തൊക്കെ ഉള്ള മലകൾ, ഇവിടെയൊക്കെ എത്രയായിരം കോടി വൃക്ഷങ്ങളുണ്ട് അള്ളാഹുവിന്. ഇതിലൊക്കെ പൊഴിയുന്ന ഇലയുടെ കണക്ക് അള്ളാഹിൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അള്ളാഹു ജല്ല ജലാലുഹു. അള്ളാഹ്ക്കതറിയാം. നമുക്കിപ്പോൾ ആർക്കും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നില്ല. റബ്ബിനതറിയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു സംഗതിയും അള്ളാഹുവിൻ്റെ അറിവോടെയല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അതാർക്കും തിരുത്താൻ കഴിയാത്തതാണ്. അള്ളാഹുവിൻ്റെ ചില ഖളാഉകൾ, ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന അമലിനെ കുറിച്ചല്ല. നമ്മൾ ചെയ്യുന്ന അമല് ഇഖ്തിയാറ് കൊണ്ട് അള്ളാഹു നമുക്ക് നന്മ തിന്മകളെ വേർതിരിക്കാനുള്ള കഴിവ് തന്നതിൻ്റെ പേരിൽ നമ്മൾ ചിന്തിച്ചാലോചിച്ച് ബോധ്യത്തോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നുകിൽ അതിന് ഹസനാത്ത് അള്ളാഹു നൽകും, അല്ലെങ്കിൽ അതിന് ഇഖാബ് തരും, അള്ളാഹു ശിക്ഷ തരും. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചില മുബറമായ ഖളാഉകളെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ഇദൻ തഖ്തുലൂന ഗൈറ ഖാതിലി, നിങ്ങൾ കൊല്ലുന്നത് എൻ്റെ കൊലപാതകിയായ, എൻ്റെ മർഡറർ, എന്നെ ആരാണോ കൊല്ലാൻ വരുന്നത് അയാളായിരിക്കില്ലല്ലോ നിങ്ങൾ കൊല്ലുന്നത്. എന്നെ ഒരാൾ വധിക്കും, ആ ആള് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ദുഷ്ടനാണ്. അള്ളാഹുവിൻ്റെ ഖളായിൽ അതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ പിന്നീട് ചരിത്രം അറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ആ മനുഷ്യനാണ് എന്നെ കൊല്ലുന്നത്. ആ മനുഷ്യനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല, കാരണം അയാൾ എന്നെ കൊല്ലേണ്ട ആളാണ്. അള്ളാഹുവിൻ്റെ ഖളാ അങ്ങനെയാണ്. അത് അലി തങ്ങൾക്ക് അള്ളാഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്തൊരു വിഷയം എന്ന് പറയാം. ഇബ്നു സ്വയ്യാദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട് ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇബ്നു സ്വയ്യാദ് എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ച് ആളുകൾ വെറുതെ പറഞ്ഞു, ഇതാ മസീഹുദ് ദജ്ജാലാണ്, ഈ കുട്ടി മസീഹുദ് ദജ്ജാലാണ് എന്ന് പറഞ്ഞു. ആളുകൾ ഒരു റൂമറങ്ങ് പറഞ്ഞുണ്ടാക്കിയാൽ പിന്നെ അത് തിരുത്തണല്ലോ. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ ഫുത്തിനന്നാസ്, ജനങ്ങൾ മുഴുവനും ഫിത്നയിലാണ് നബിയേ. നബിയേ ഇബ്നു സ്വയ്യാദ് ദജ്ജാലാണെന്ന് ആളുകൾ പറയുന്നു. ആ കുട്ടി എന്തോ ആ കുട്ടി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടെന്നും ഭാവി പ്രവചിക്കുന്നുവെന്നും ആളുകളുടെ മനസ്സ് നോക്കി പറയുന്നുവെന്നും ഒക്കെ ആളുകൾ പറഞ്ഞ് ഇത് മസീഹുദ് ദജ്ജാലാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഈ കുട്ടിയെക്കുറിച്ച്. തആലിയ ഉമറേ, നിങ്ങൾ എൻ്റെ കൂടെ വരും, നമുക്ക് പോകാം. ഉമർ നിങ്ങളോട് എത്തുമ്പോഴേ പറഞ്ഞു, പൊന്നാര നബിയെ, ഈ കുട്ടിയെ ഞാനങ്ങ് കൊന്നുകളഞ്ഞാലോ, വലിയ ഫിത്ന ഒഴിവാവൂലേ എന്ന് ചോദിച്ചു. അപ്പം നബി ഞങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ കുട്ടി അവിടുത്തെ ഒരു ഈത്തപ്പന തോട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നബി ഞങ്ങളെ കുട്ടിയെ വിളിച്ചു, അരികത്തേക്ക് വാന്ന് പറഞ്ഞു. കുട്ടിയോട് നബി ഞങ്ങൾ ചോദിച്ചു, അതുഅ്മിനു അന്നി റസൂലുള്ളാഹ്, ഞാൻ റസൂലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതുഅ്മിനു അന്നി റസൂലുള്ളാഹ്. അപ്പൊ കുട്ടി പറഞ്ഞു അതെ. അപ്പൊ കുട്ടി ഇങ്ങോട്ട് നബിയോട്, അതുഅ്മിനു അന്നി റസൂലു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നബി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി നിങ്ങൾ പറഞ്ഞു, ആമൻതു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെ സത്യസന്ധരായ അമ്പിയാക്കന്മാരിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ നീ അതിൽപ്പെട്ട ആളല്ല എന്നർത്ഥം. പക്ഷെ മുഖത്ത് നോക്കി അടിച്ച് നബി നിങ്ങൾ പറഞ്ഞില്ല.
അതൊരു ഹിക്മത്താണ്. ഉമർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ഉമറെ, ഈ കുട്ടിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. ഈ കുട്ടിക്ക് എന്തോ ഭാവിയൊക്കെ പറയാൻ കഴിയുമെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആളുകൾ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം, ഞാൻ കാണിച്ചു തരാം. ഇന്നി ഖബ്ബഅതു ലക ഖബീഅൻ, മോനെ, ഞാൻ ഒരു സ്വകാര്യം എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് കുട്ടി എന്നോട് പറഞ്ഞു തരണം. ഉമർ തങ്ങളോട് നബി നിങ്ങൾ പറഞ്ഞു, ഉമറെ, ഞാൻ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോഴല്ലേ ഇത് അറിയുള്ളൂ കുട്ടി പറയുന്നുണ്ടോ ഇല്ലേ എന്ന്. യൗമ തഅതി അസ്സമാഉ ബിദുഖാനിൻ മുബീൻ. ഈ ആയത്താ നബി തങ്ങൾ ഖൽബിൽ നിയത്ത് ചെയ്തത്. കുട്ടിയോട് പറഞ്ഞു, മോനെ, മനസ്സൊക്കെ വായിക്കാൻ കഴിയുന്നാണല്ലോ നിന്നെപ്പറ്റി പറയുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച ഖബീ, ഒളിപ്പിച്ചു വെച്ചത് എന്താണെന്ന് മോൻ പറയേ. അപ്പൊ കുട്ടി ഇങ്ങനെ ആലോചിച്ചിരുന്നു കുറെ നേരം. ഖാല അദ്ദുഖ്, നിങ്ങൾ ദുഖ് എന്നല്ലേ മനസ്സിൽ കണ്ടത് എന്ന് ചോദിച്ചു. ദുഖ് എന്ന് പറഞ്ഞാൽ ദുഖാൻ എന്നതിൻ്റെ ഒരു വേറെ അറബി വാക്കാണ് ദുഖ്. ദുഖാൻ എന്ന് പറഞ്ഞാൽ പുക. ആകാശലോകത്ത് വലിയ പുകപടലങ്ങൾ ഉണ്ടാകുന്ന ദിവസം എന്നാണ് ആയത്തിന്റെ അർത്ഥം, സൂറത്ത് ദുഖാനിലെ ആയത്ത്. അപ്പൊ ദുഖാൻ എന്ന് കിട്ടിയില്ല കുട്ടിക്ക്. ഇതെന്ത് കിട്ടി? അതിൻ്റെ ഒരു മുത്തറാദിഫായ ഒരു വേറൊരു വാക്ക് കിട്ടി, ദുഖ്. ദുഖ് എന്ന് ഇപ്പോഴും ഈ സ്മോക്കിങ്ങിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൻ്റെ മുമ്പിലൊക്കെ ദുഖ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദുഖാൻ, പുകപ്പിക്കുന്ന സാധനം എന്നതിനർത്ഥം. നബി തങ്ങൾ മനസ്സിൽ വെച്ചതോ യൗമ തഅതി അസ്സമാഉ ബിദുഖാനിൻ മുബീൻ. 5 കലിമത്തുകളാണ്. കുട്ടിക്ക് ഒന്ന് കിട്ടിയില്ല, ആ കിട്ടിയത് തന്നെ കറക്റ്റ് അല്ല, അതിൻ്റെ മറ്റൊരു വാക്ക്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഉമറെ, ഇപ്പം കണ്ടില്ലേ, ഈ കുട്ടിക്ക് അതിൻ്റെ കഴിവൊന്നുമില്ല. ഇത് മസീഹുദ്ദജ്ജാൽ ഒന്നല്ല. മസീഹുദ്ദജ്ജാൽ എന്ന് പറഞ്ഞ റജുലുൻ ഖതതുൻ അഅ്വറു അഇനിൽ യുംന, അതൊരു ഭയങ്കര മനുഷ്യനാണ്, ഭീമാകാരനായ ഒരു മനുഷ്യനാണ്. മുടിയൊക്കെ ചുരുണ്ട് പിടിച്ച് ജട പിടിച്ച, വലത്തെ കണ്ണ് ഇല്ലാത്ത, അടുത്ത ഇടത്തെ കണ്ണാണെങ്കിലോ കൈനബിൻ സാഫിയ, ഒരു മുന്തിരി ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ കണ്ണിങ്ങനെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതൊന്നും അല്ലല്ലോ ഈ കുട്ടി. ഇതൊരു കുട്ടിയല്ലേ. ഈ കുട്ടി പിന്നെ മുസ്ലിമായി എന്നും യമാമയിലെ യുദ്ധത്തിൽ ഷഹീദായി മാറിയെന്നും എന്നൊക്കെയാണ് ചരിത്രം കേട്ടോ, അത് വേറെ വാക്കാം. പക്ഷേ ഈ ചെറുപ്പത്തിൽ ഈ കുട്ടിയെപ്പറ്റി ഇങ്ങനൊരു ഒരു വിവാദമുണ്ടായിരുന്നു, ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് തീരുമാനാക്കും. ആ കാലഘട്ടം അങ്ങനെയാണ്. നബി തങ്ങൾ ഉള്ള കാലഘട്ടത്തിൽ ഉമർ തങ്ങൾ അങ്ങനെ ചെയ്തത് കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കണേ. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ഉമർ തങ്ങൾ, നബിയെ അങ്ങ് സമ്മതം തന്നാൽ ഞാൻ ഇയാളെ ശരിയാക്കുമെന്ന് പറയും. പക്ഷെ തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷം ഉമർ തങ്ങൾ ഭയങ്കര പാവമായി പോയി, വളരെ പാവമായി, എപ്പോഴും കരയും. തങ്ങളുണ്ടാകുമ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, നബിയെ, ഈ കുട്ടിയെ ഞാൻ അങ്ങ് കൊന്നുകളയാം, എന്നാൽ പിന്നെ ഫിത്ന ഉണ്ടാവില്ലല്ലോ. ഉമർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഉമർ എന്നവരെ, ഇത് ഒറിജിനൽ മസീഹുദ്ദജ്ജാൽ ആണെങ്കിൽ അത് കൊല്ലേണ്ട ആളുകളല്ല. അതാരാണ്? ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള ഒരു മസ്ജിദിന്റെ വെളുത്ത മിനാരത്തിലൂടെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ആ സമയത്ത് മസ്ജിദ് ദിമഷ്കിൽ സുബഹിന്റെ വാങ്ക് കൊടുക്കുന്ന സമയമായിരിക്കും. ഇമാം മഹ്ദി തങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിസ്കരിക്കാൻ. അങ്ങനെ മലായിക്കത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് യഖ്തുറു മിഥ്ലുൽ ജുമാൻ, അവരുടെ മുടിയിൽ നിന്ന് മുത്തുകളെപ്പോലത്തത് ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കുളിച്ചിറങ്ങിയ ആളെപ്പോലെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും എന്നൊക്കെ വിശുദ്ധ ഹദീസിലുണ്ട്, ആ സമയവും സന്ദർഭമൊക്കെ. അപ്പോൾ ഉമറേ, കുട്ടി മസീഹുദ്ദജ്ജാലാണെങ്കിൽ നിങ്ങളല്ലല്ലോ കൊല്ലേണ്ട ആള്, അത് വേറെ ആളാണ്. ഇനി മസീഹുദ്ദജ്ജാൽ അല്ലാത്തൊരു കുട്ടി നിങ്ങൾ കൊല്ലുക പറഞ്ഞാൽ ഫലാ ഖൈറ ഫീ, ഒരു ഖൈറുമില്ലാത്ത ഒരു തെറ്റല്ലേ പിന്നെ നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച പണിയല്ല ഇത് ഏൽപ്പിക്കപ്പെട്ട വേറൊരാളുണ്ട്, അവർ വന്ന് ചെയ്തോളും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു തെറ്റിദ്ധാരണയെ നീക്കിക്കൊടുത്തുകൊണ്ട് ഉമർ തങ്ങളോട് പറഞ്ഞ വാക്കതാണ്, ഉമറേ, ഇത് ചെയ്യേണ്ട ആള് നിങ്ങളല്ല. ഇൻ യകുൻ ഹുവ, ഇവൻ തന്നെയാണ് മസീഹുദ്ദജ്ജാൽ എന്ന് വിചാരിക്കുക, പക്ഷേ നിങ്ങളെയല്ല അള്ളാഹു അതിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അത് മസീഹുദ്ദജ്ജാലിനെ യഖ്തുലുഹു ബിബാബി ലുദ്ദിൻ, ലുദ് എന്ന് പറയുന്നത് തെല്ലവീവിൻ്റെ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. മസീഹുദ്ദജ്ജാൽ അങ്ങനെ വല്ല ഫ്ലൈറ്റിനും കയറി പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം വരിക എന്നായിരിക്കണം അതിനർത്ഥം. അല്ലാഹു അലം. ബാബു ലുദ്, ലുദ്ദിൻ്റെ കവാടത്തിൽ വെച്ചുകൊണ്ടാണ് അവൻ ഈസാ നബി പിടികൂടുക എന്നാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഹിക്മത്ത് നോക്കണം. അവിടെ തന്നെ കൊണ്ടുപോയി എയർപോർട്ടായി. അപ്പോൾ ഒരു
വിശാലമായ സൗകര്യങ്ങളുള്ളൊരു ലോകത്ത് വരാൻ പോകുന്ന ഒരു സംഭവത്തിലേക്കുള്ള സൂചനയാകണം. അല്ലാഹു അലം. ഗസയിലെയും ഫലസ്തീനിലെയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൻ്റെ പരിസരങ്ങളിൽ നരകയാതന അനുഭവിക്കുകയാണ്. അള്ളാഹുവെ നീ അവർക്ക് നിൻ്റെ വളരെ അസീസും മുഅസ്സറുമായ സഹായം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. സൂറത്ത് തൗബയാണ്, അതുകൊണ്ട് ബിസ്മി ഓതിയിട്ടില്ല. أعوذ بالله السميع العليم من الشيطان الرجيم. സൂറത്ത് തൗബയിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അള്ളാഹുവിൻ്റെ അദാബുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ബിസ്മി ഓതാൻ പാടില്ല എന്ന് പറയാൻ. അതിൻ്റെ ഹിക്മത്ത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ് ബിസ്മി പറയുന്നത്. പക്ഷെ ബറാഅത്തും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും കരാറു ചെയ്ത വിഷയങ്ങളെ ലംഘിച്ച ആളുകളോട് ഇനി ഒരു കടപ്പാടുമില്ലെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങുന്ന സൂറയാണത്. ഇച്ചിരി കടുപ്പമേറിയ ആശയമാണത്. അത് റബ്ബിൻ്റെ റഹ്മത്തിനോട് യോജിക്കുന്നില്ല. കാരണം സൂറത്ത് തൗബ അഡ്രസ്സ് ചെയ്യുന്ന വലിയൊരു വിഭാഗം മുനാഫിക്കുകളും കപടന്മാരുമായ ആളുകളെയാണ്. അതുകൊണ്ടാണ് അതിൽ ബിസ്മി ഓതാത്തത് എന്ന് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഈ ഇത്രയും സൂറ ഉണ്ടാകും, ഒരു സൂറത്ത് എന്തിനിപ്പോൾ അള്ളാഹു അങ്ങനെ ആക്കിയത് എന്ന്. ആ റഹ്മത്തുമായിട്ട് അതിൻ്റെ കണ്ടന്റിന് കണക്ഷൻ ഇല്ല, ബന്ധമില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. ഏതായിരുന്നാലും قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. قل هل تربصون بنا إلا إحدى الحسنيين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون. ഖുൽ പറയുക നബിയെ, ജനങ്ങളെ പഠിപ്പിക്കണം നബിയെ, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം റസൂലേ. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമ്മുടെ റെക്കോർഡുകളിൽ അല്ലാഹു എഴുതി വെച്ചതെന്തോ, അല്ലാഹു രേഖപ്പെടുത്തിയതെന്തോ, അല്ലാഹു നമുക്ക് മേൽ ഖലായിൽ നിശ്ചയിച്ചതെന്തോ അത് മാത്രമേ നമുക്ക് മേൽ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാന, അല്ലാഹു നമ്മളെ ഏറ്റെടുത്തവനാണ്. ആ ഏറ്റെടുത്തവനായ യജമാനൻ എന്തൊക്കെ നമുക്ക് സംഭവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഖൈറാണ്. അതുകൊണ്ടാണ് ഹുവ മൗലാന എന്നോട് പറയാൻ കാരണം. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമ്മുടെ മക്കളിൽ രോഗികളാകുന്നത്, നമ്മുടെ മാതാപിതാ